ഹായ് ഫ്രണ്ട്സ്, ഹെഡ്മിയിലുടന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഹെഡ്മിയിലുടന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇന്നത്തെ വിഷയം പുളിച്ചത് കെട്ടൽ, അസിഡിറ്റി, വയറ് പെരുകുക. ഇതൊക്കെ പലരും നേരിടുന്ന പ്രശ്നങ്ങളാണ്. എനിക്ക് പലപ്പോഴും പലരും ചോദിക്കുന്നതാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണേന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രശ്നങ്ങളുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിവതും ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആമാശയത്തിലെ അമ്ലവും അതുപോലെ നമ്മൾ കഴിച്ച ചില ആഹാരത്തിൻ്റെ അംശവും തിരിച്ച് അന്നനാളത്തിലേക്ക് കയറുന്ന ഒരവസ്ഥയാണ് ഈ പുളിച്ചു തികട്ടൽ അല്ലെങ്കിൽ ആസിഡിറ്റി എന്നൊക്കെ പറയുന്നത്. പുളിച്ചു തികട്ടൽ, ഏമ്പക്കം, നെഞ്ചെരിച്ചിൽ, വരണ്ട് തൊണ്ട കുത്തിയുള്ള ചുമ, അതുപോലെ ആഹാരം കഴിച്ച ശേഷം തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ്, ശ്വാസം മുട്ടൽ, ഇതൊക്കെ നമുക്ക് തോന്നിയേക്കാം. അമിതവണ്ണം, പുകവലി, ആസ്മ, കുടവയർ, പ്രമേഹം, ദഹനക്കുറവ്, പുളി, എരി എന്നിവയുടെ അമിതമായ ഉപയോഗം, അതുപോലെ പഴകിയ ആഹാര സാധനങ്ങൾ കഴിക്കുക, എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ ധാരാളം കഴിക്കുക, അസമയത്ത് ആഹാരം കഴിക്കുക, പിന്നെ അമിതമായ ചായ, കാപ്പി ഇതൊക്കെ കുടിക്കുക, തുടർച്ചയായി ചില വീര്യം കൂടിയ മരുന്നുകൾ നമ്മൾ കഴിക്കുന്നവരായിരിക്കാം, പിന്നെ ധാരാളം അച്ചാറുകൾ കഴിക്കുന്നത്, ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത്, ശരീരത്തിന് വ്യായാമം ഇല്ലാതെ ഇരുന്നുള്ള ജോലി, ഇതൊക്കെ ഇതിന് കാരണമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ലതുപോലെ വെള്ളം കുടിക്കുക എന്നതാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതായത് ബ്യൂട്ടി വീഡിയോ ഇട്ടാൽ അതിലും പറയുന്നതാണ് ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ എന്ത് ആഹാരം കഴിച്ചാലാണോ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നൊന്നും നമ്മൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അമിതമായ സ്പൈസി ഉള്ള ഫുഡ് കഴിച്ചാൽ എനിക്ക് ഈ പ്രശ്നം വരാറുണ്ട്. വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നം തോന്നാറുണ്ട്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് വെറും വയറ്റിൽ കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ പുളിച്ചു തികട്ടൽ വരുന്നു എന്ന്. അപ്പോൾ നമ്മൾ തന്നെ സ്വയം ഒന്ന് മനസ്സിലാക്കുക, ഏത് ആഹാരമാണ് നമ്മുടെ പ്രോബ്ലം, അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എനിക്ക് പ്രോബ്ലം എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് പ്രോബ്ലം വരണം എന്നില്ല. അതുപോലെ തന്നെ ഫുള്ള് വയറ് നിറച്ച് ആഹാരം കഴിക്കാതിരിക്കാനും ശ്രമിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉള്ളത്, അരക്കെട്ട് ഒത്തിരി മുറുകുന്ന രീതിയിലുള്ള ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ ഇരിക്കുക, വയറ് മുറുകിയിരിക്കുന്ന രീതിയിൽ. പിന്നെ രാത്രിയിൽ ആഹാരം കഴിച്ച ഉടനെ കഴിവതും കിടക്കാൻ ശ്രമിക്കരുത്. ഇത്തിരിയെങ്കിലും ഒന്ന് ചെറുതായിട്ട് നടക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഗുളികകൾ കഴിക്കുന്നവരാണെങ്കിൽ, റെഗുലറായി എന്തെങ്കിലും ഗുളികകൾ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ അതിൻ്റെ കൂടെ ആൻറ്റാസിഡ് ഗുളികകൾ തന്നിട്ടുണ്ടാകും. ചിലപ്പോൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ആഹാരത്തിന് മുമ്പേ കഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ടാബ്ലറ്റിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും. ഇങ്ങനെയുള്ള ഗുളികകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കരുത്. കാരണം അത് കഴിക്കാൻ മറക്കരുത്. കാരണം ചില ഹൈ ഡോസ് ഗുളികകൾ എന്ന് പറയുന്നത് ആസിഡിറ്റി കൂട്ടുന്നതാണ്. അതിനെ കുറയ്ക്കാനാണ് ഇങ്ങനെയുള്ള ടാബ്ലറ്റ് കൂട്ടത്തിൽ തരുന്നത്. ഇനി ഇത്രയും ഞാൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സ് എന്ന് പറയുന്നത്, 2-3 ഏലക്ക അതെടുത്ത് ചതച്ചോ പൊടിച്ചോ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ഈ വെള്ളം തണുത്ത ശേഷം നമുക്ക് കുടിക്കാം. അത് ദാഹശമനിയായിട്ടും ഉപയോഗിക്കാം. ഞാൻ ഈ പറയുന്ന ടിപ്സ് എല്ലാം ഈ അസിഡിറ്റി, പുളിച്ചത് കെട്ടൽ, ഇതിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ചില ടിപ്സാണ്. അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളി ചുട്ട ശേഷം അത് ചതച്ച് കഴിക്കാം. ഇത് അസിഡിറ്റി അകറ്റാൻ സഹായിക്കുന്നു. ഇത് മിക്കവാറും എൻ്റെ അമ്മ ചെയ്യുന്നതാണ്, ഈ വെളുത്തുള്ളി ചുട്ടുള്ള സംഭവം. നല്ല തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ കാൽസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് പാൽ. നല്ലതുപോലെ തണുത്ത പാല് കുടിക്കുന്നത് പുളിച്ചു തികട്ടലിന് ഒരു പരിഹാരമാണ്. ഇത് അസിഡിറ്റി കുറയ്ക്കുകയും കാൽസ്യം നമ്മുടെ വയറിലെ അമിത ആസിഡിനെ ഇല്ലാതാക്കുകയും ചെയ്യും. ഒരു കഷ്ണം ചുക്ക്, അതുപോലെ കുറച്ച് ഗ്രാമ്പൂ,
ഏലക്ക ഇത് സമം എടുത്ത്, അതായത് എത്രയും ചുക്കെടുക്കുന്നോ അത്രയും ഗ്രാമ്പു അത്ര ഏലക്ക എടുത്ത് ഇത് നല്ലത് സമം ചേർത്ത് പൊടിച്ച് 3 നേരം കഴിക്കാം. ഇതും ആസിഡിറ്റിയെ ഇല്ലാതാക്കും. തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തുളസിയില വെറും വയറ്റിൽ നമ്മുടെ വായിലിട്ട് കടിച്ച് ചവച്ച് കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഇഞ്ചി ചതച്ച് അല്പം ശർക്കര ചേർത്ത് കഴിക്കുന്നത് ഗ്യാസ് ട്രബിൾ മൂലമുള്ള പ്രശ്നങ്ങളെ അകറ്റാൻ സഹായിക്കും. അതായത് ഇഞ്ചി ദഹന എൻസൈമുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. ദഹനം മെച്ചപ്പെടുത്തുന്നതിനും അസിഡിറ്റിയും പുളിച്ചിതകട്ടൽ ഒഴിവാക്കുന്നതിനും ഇഞ്ചി നല്ലതാണ്. ഭക്ഷണം ദഹിക്കാത്തത് മൂലം വയറ്റിലെ ഗ്യാസ് രൂപപ്പെടുന്നത് തടയാനും ഇഞ്ചി ഏറ്റവും നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ശർക്കര ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇഞ്ചി നീര് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വേണമെങ്കിലും നമുക്ക് കുടിക്കാം. പുതിനയില തിളപ്പിച്ച വെള്ളം, ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പുതിനയിലയ്ക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്, അതിനകത്തും പറഞ്ഞിട്ടുണ്ട്. ഈ പുതിനയില ഇട്ട് തിളപ്പിച്ച വെള്ളം ഏറ്റവും നല്ലതാണ്. ഗ്യാസ് അകറ്റി ദഹന പ്രക്രിയയെ എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്നതാണ്. കാരണം പുതിനയിലയിൽ മെന്തോൾ ഉണ്ട്. ഇത് നമ്മുടെ ദഹനേന്ദ്രിയത്തിലെ പേശികൾക്ക് ആശ്വാസം നൽകുന്നതാണ്. ജീരകം തിളപ്പിച്ച വെള്ളം ഭക്ഷണശേഷം കുടിക്കാം. ഇതും വയറ്റിലെ എന്ത് അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും അത് മാറ്റാനും പുളിച്ചിതുകെട്ടൽ മാറ്റാനും സഹായിക്കും. പുളിച്ച മോരിൽ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കലക്കി കുടിക്കാം. ഗ്രാമ്പൂ വായിലിട്ട് ചവയ്ക്കുന്നത് ദഹനത്തെ സഹായിക്കും. അതുപോലെ അസിഡിറ്റി അകറ്റുകയും ചെയ്യും. ഇത് നമ്മുടെ വയറ്റിലെ ഹൈഡ്രോളിക് ആസിഡിന്റെ അളവ് ഉയർത്തും. ഇത് പുളിച്ചിതുകെട്ടൽ ഇല്ലാതാക്കാൻ മാത്രമല്ല മറ്റ് ദഹന സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലതാണ് ഗ്രാമ്പൂ. ഞാവൽപ്പഴം, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഈ ഞാവൽപ്പഴം ലഭ്യമാണെങ്കിൽ ഇത് ഭക്ഷണശേഷം ഞാവൽപ്പഴം കഴിക്കുന്നത് എല്ലാ ശരീരത്തിലെ വയറിന്റെ എല്ലാ അസ്വസ്ഥതകൾക്കും നല്ലതാണ്. ആപ്പിൾ സിഡാർ വിനെഗർ നല്ല ഒരു പരിഹാര മാർഗമാണ്. ഇത് എല്ലാ തരത്തിലുള്ള പുളിച്ചിതുകെട്ടിനെയും ദഹന പ്രശ്നങ്ങളെയും ഒക്കെ ഇല്ലാതാക്കും. ഇത് അല്പം ഇളം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ആപ്പിൾ സിഡാർ വിനെഗർ മിക്സ് ചെയ്ത് കുടിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കിട്ടും. ഇനി ഈ പുളിച്ചിതുകെട്ടൽ അസിഡിറ്റി ഒക്കെ ഉള്ളവർ ഈ വീഡിയോ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യുന്നു എങ്കിൽ അതും തീർച്ചയായിട്ടും കമൻ്റ് ഇടാൻ മറക്കരുത്. അത് ഈ കമൻറ്റ് വായിക്കുന്ന മറ്റുള്ളവർക്കും വളരെയധികം ഗുണമായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.